അങ്ങയുടെ ഉള്ളിൽ ഉണ്ടായ ഒരു ബോധോദയത്തിൽ നിന്നാണ് അങ്ങയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. യേശുദേവനെ പോലെ അങ്ങും ക്രൂശിക്കപ്പെടുമോ? എല്ലാവരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അന്ന് അദ്ദേഹം ഒരു കുരിശ് മാത്രമേ ചുമന്നുള്ളൂ, ഇന്ന് ഞങ്ങൾ ഒത്തിരി കുരിശ് ചുമക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. ബന്ധുക്കളിൽ നിന്ന്, പാരൻസിൽ നിന്ന്, സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ക്രിസ്തീയ മതത്തിൻ്റെ വക്താക്കളിൽ നിന്ന്, ഇങ്ങനെ പല രീതിയിലുള്ള എതിർപ്പുകളും കുതികാൽവെട്ടലും ഒക്കെ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫണ്ണിയായിട്ട് തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് ഒരു നിമിഷങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ, ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് മതപരിവർത്തനമാണ്, ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ധ്വനിയുള്ള ഒരു ചെറിയൊരു ഭാഗം. അത് വേറൊന്നുമല്ല, ബൈബിളിൽ പൗലോസ് കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിലെ ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള വ്യക്തികൾക്ക് ആത്മബോധം നൽകിയ കാര്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഞാൻ ശബരിമലയിൽ പോകുന്നത് ശബരിമലയിലുള്ള ഹിന്ദുക്കളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഇതാണ് അതിനുള്ള തെളിവെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് എൻ്റെ ശബരിമല യാത്രയെ തടസ്സം ചെയ്യാൻ വേണ്ടി കുറച്ച് പാസ്റ്റർമാർ, കുറച്ച് വിശ്വ ഹിന്ദു പരിഷത്തിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണിച്ചു. തിരുമല ശിവക്ഷേത്രത്തിൽ നിന്നാണ് കെട്ടുകെട്ടുന്നത്. ആദ്യം പോയപ്പോഴത്തേക്ക് ഞാനവിടെ കെട്ടി പോകാനായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ആ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറേ ആചാരബാഹുക്കളായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കുറച്ച് ചേട്ടന്മാർ വന്നിങ്ങനെ വളഞ്ഞു. എന്നെ വിടത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അപ്പോൾ അന്ന് എൻ്റെ യാത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന അദ്വൈത പ്രചാര സഭയുടെ വ്യക്തികളായിരുന്നു. അപ്പോൾ അവരാണ്, അവരുടെ ഗുരുസ്വാമി അവരുടെ തൊണ്ട്, ഈ എൻ്റെ പ്രോഗ്രാം മുഴുവൻ ചാർട്ട് ചെയ്തിരിക്കുന്ന അവരാണ്. അപ്പോൾ അവരെല്ലാം ഹൈന്ദവ ആചാര്യന്മാരാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം കെട്ടൊക്കെ കെട്ടി ശബരിമല പോകാനായിട്ട് യാത്ര തുടങ്ങുന്ന ആ സമയത്ത്, തേങ്ങയൊക്കെ ഉടച്ചിട്ട് പോകണമല്ലോ, ആ സമയത്ത് ഇതിൻ്റെ നേതാവ് വന്ന് ഷേഖൻ്റെ വന്ന് കെട്ടിപ്പിടിച്ച് ആശംസയും പറഞ്ഞിട്ടാണ് പോയത്. സോ ഇങ്ങനെയുള്ള കുഴിത്തിരിമ്പുകൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ, കുറച്ച് പാസ്റ്റർമാർ ഇതിനകത്തുണ്ട്. എടുത്തു വെക്കുന്ന ഓരോ ചുവടുകളെയും തടസ്സം ഇടാനും അതിനെ അവിടെ തന്നെ ബ്രേക്ക് ചെയ്യാനുമായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങ് എങ്ങനെയാണ് ആ ഒരു അതിജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത്? ഇത് മനോജിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ എനിക്ക് കാശുണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. ആത്മീയ ജീവിതം അതിൻ്റെ പ്യൂരിറ്റിയിൽ തന്നെയാണ് ഞാൻ ഇന്നും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം എൻ്റെ പേരിനോ പ്രശസ്തിക്കോ വളർച്ചയ്ക്കോ വേണ്ടി അല്ലാത്തത് കൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അതോറിറ്റി എൻ്റെ അകത്തിരിപ്പുണ്ട്. അത് നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ ആ ഒരു ആത്മമണ്ഡലം, ആ ഒരു റിലം എനിക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു തന്നോളൂ. ഇല്ലെങ്കിൽ ഇല്ല. കാരണം ഇത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കാര്യമല്ല. എന്തെങ്കിലും ബ്ലോക്ക് ആകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കും, അടുത്ത വഴി ഓപ്പൺ ആകുമ്പോൾ പോകും. കാരണം അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.